ബാല്യത്തിൻ്റെ മധുരം. രാവിലെ കണ്ണു തുറന്ന് ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ഇന്നും താൻ ഓഫീസിൽ പോകാൻ ലേറ്റായല്ലോ എന്ന്. എന്നും ഇപ്പോൾ ഇതൊരു പതിവാണ്. വിളിച്ചുണർത്തി ഓഫീസിലേക്ക് വിടാൻ ആരും കൂടെ ഇല്ലാത്തതിൻ്റെയോ അതോ ജോലിഭാരം കാരണം ഉറങ്ങാൻ വൈകുന്നതിൻ്റെ ആണോ? എന്നും വൈകിപ്പോകുന്നതിൻ്റെ കാരണം ഇന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. പണ്ടൊക്കെ സ്കൂളിലേക്കെന്നും നേരത്തെ പോകുമായിരുന്ന താൻ ഇപ്പോൾ മുതിർന്നു കഴിഞ്ഞപ്പോൾ ജോലിസ്ഥലത്തേക്കെന്നും താമസിച്ചു പോകുന്നു. പെട്ടെന്ന് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവൾ കിടക്ക ശരിയായി വിരിച്ച് പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്ത് ജോലിക്ക് പോകാനായി ഇറങ്ങി. സമയം താമസിച്ചതിനാൽ പ്രഭാതഭക്ഷണം കഴിക്കാതെയാണ് അവൾ പോകുന്നത്. പോകാനുള്ള ക്യാബ് വിളിച്ച് അവൾ വാഹനത്തിൽ കയറി. പോകും വഴി ഫോണിലെ വാൾപേപ്പർ കണ്ട് അവളുടെ മനസ്സ് പഴയൊരു ഓർമ്മയിലേക്ക് പോയി. താനും അമ്മയും അച്ഛനും തൻ്റെ അനുജനുമൊത്തുള്ള അവളുടെ ചെറുപ്പകാലം. അന്നൊക്കെ എന്ത് രസമായിരുന്നു. അമ്മ രാവിലെ എഴുന്നേറ്റ് തങ്ങൾക്കും അച്ഛനും കൊണ്ടുപോകാനുള്ള ഭക്ഷണം തയ്യാറാക്കും. തങ്ങളുടെ വസ്ത്രങ്ങൾ തേച്ച് വച്ചിട്ടുണ്ടാകും. ഞങ്ങളെ വിളിച്ചുണർത്തും. കുളിച്ചൊരുങ്ങി യൂണിഫോം ധരിച്ച് ഞാനും അനുജനും ഭക്ഷണം കഴിക്കാനിരിക്കും. അച്ഛൻ അപ്പോഴേക്കും എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ ഒരുങ്ങി ഭക്ഷണം കഴിക്കാനെത്തും. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അച്ഛനോടൊപ്പം വണ്ടിയിൽ സ്കൂളിലേക്ക് പോകും. കൂട്ടുകാരോടൊത്തുമുള്ള സ്കൂൾ ജീവിതവും മനോഹരമായിരുന്നു. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകാൻ അച്ഛൻ സ്കൂൾ ഗേറ്റിൻ്റെ സമീപം കാണും. പോകും വഴി അമ്മയ്ക്കും ഞങ്ങൾക്കുമുള്ള പലഹാരങ്ങളും വാങ്ങിയാണ് പോകുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അമ്മ ചായയിട്ട് ഞങ്ങളെ കാത്ത് മുറ്റത്ത് കാണും. വീട്ടിലെത്തി കുളിച്ച് വസ്ത്രം മാറി ഞങ്ങൾ 4 പേരും ഒരുമിച്ചിരുന്ന് ചായയും പലഹാരങ്ങളും കഴിക്കും. അതിനിടയിൽ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോടും അച്ഛനോടും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അനുജനാണെങ്കിൽ കുറച്ചധികം വികൃതിയുള്ള ആളാണ്. അവൻ്റെ ക്ലാസ്സിലെ വിശേഷങ്ങൾ കേൾക്കാനാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. ഓർമ്മയിൽ നിന്നും ഒരിക്കലും മായാത്ത, എന്നാൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഓർമ്മകളാണത്. ഇന്നിപ്പോൾ ജോലിക്കാര്യങ്ങളുമായി ഞാൻ വിദേശത്തും അനുജൻ അവൻ്റെ ജോലിയുമായി വേറൊരു സ്ഥലത്തേക്കും മാറി. അച്ഛനും അമ്മയും ആ വീടും ഇന്നൊറ്റയ്ക്ക്. വല്ലപ്പോഴും ഒരു ഫോൺ വിളി മാത്രമായി ഇപ്പോഴത്തെ നിമിഷം. കുട്ടിക്കാലത്തൊക്കെ അമ്മയോടും അച്ഛനോടും ഞങ്ങൾ പറയുമായിരുന്നു, വലുതായി ജോലിയൊക്കെ വാങ്ങി അവരെ പൊന്നുപോലെ നോക്കുമെന്ന്. എന്നാൽ അതൊക്കെ വെറും വാക്കായി തന്നെ നിലനിൽക്കുന്നു. ഇന്നിപ്പോൾ അവർക്ക് ഞങ്ങളെ ആവശ്യമുള്ള ഈ സമയത്ത് എനിക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല. വല്ലപ്പോഴും വിളിക്കുമ്പോൾ എനിക്കുള്ള ജോലിഭാരവും ഒറ്റപ്പെടലിൻ്റെ മടുപ്പും കാരണം സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് ഡ്രൈവർ പറഞ്ഞു, മാഡം ഓഫീസ് എത്തി. കണ്ണുകൾ തുടച്ച് ഓർമ്മകളിലും ചിന്തകളിലും നിന്ന് ജീവിതത്തിലേക്ക് അവൾ ഉണർന്നു. ഡ്രൈവർക്ക് പണവും നൽകി ഓഫീസിലേക്ക് നടന്നു. പോകും വഴി മനസ്സ് മുഴുവൻ ഇതായിരുന്നു, വളരണ്ടായിരുന്നു. എന്നും ആ കുഞ്ഞു കുട്ടികളായി മാതാപിതാക്കളോടൊപ്പം ഇരുന്നാൽ മതിയായിരുന്നു. നിരാശയുടെ ചെറുപുഞ്ചിരിയോടെ അവൾ നടന്നു നീങ്ങി.